ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ഈ വരുന്ന 3 monthsനുള്ളിൽ നിങ്ങളെ തേടിയെത്തുന്ന സന്തോഷ വാർത്ത എന്താണ് എന്നുള്ളതാണ്. സന്തോഷ വാർത്തകൾ, നിങ്ങളെ തേടിയെത്തുന്ന സുഖമുള്ള വാർത്തകൾ എന്താണ് എന്നുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1 ആൽഗിസ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1. അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് പെർത്തോ ആണെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 2. ലാസ്റ്റ് നിങ്ങൾ ഇസാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 3 monthsൽ പൈൽ നമ്പർ 1 നിങ്ങളെ തേടിയെത്തുന്ന വാർത്തകൾ, സന്തോഷ വാർത്തകൾ അല്ലെങ്കിൽ നിങ്ങളെ എത്തുന്ന സുഖമുള്ള വാർത്തകൾ എന്തൊക്കെയാണ് പൈൽ നമ്പർ 1 എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, Emperor energy, Hermit, 7 of Pentacles, 4 of Cups, 10 of Cups, 9 of Swords energy. So pile number 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ Emperor energy, അതുപോലെ തന്നെ 10 of Cups. ഓക്കെ, സോ നിങ്ങളുടെ എനർജി ഇപ്പോൾ പറയുന്നത് നിങ്ങൾ വളരെയധികം ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു സമയം ഈ ഒരു 3 monthsനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സമയം, ആ ഒരു സാഹചര്യം നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും ഈ ഒരു മാറ്റം വരുന്നത് നിങ്ങളുടെ ബന്ധങ്ങൾ വഴിയാണ്, നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റു വ്യക്തികൾ വഴിയായിരിക്കാം. വളരെ അടുപ്പമുള്ള വ്യക്തികൾ തമ്മിൽ ആ ഒരു വഴിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങളുടെ ജീവിതമാർഗമായിട്ട് അല്ലെങ്കിൽ വരുമാന മാർഗമായിട്ടുള്ള ജോലിയിലുള്ള ഒരു ഉയർച്ച എന്നുള്ള രീതിയിലാകാം അത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും മറ്റു തലത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടിത്തരുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളിലൂടെയും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവാം. നമ്മൾ എന്ത് കാര്യത്തിലും നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവാം. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിയുടെ അഭിപ്രായം ചോദിച്ചിട്ട് കൂടിയാകണം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. ഏത് വഴിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത്. അവസരങ്ങൾ മറ്റുള്ളവരെ സേവിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസ്, ആതുര സേവനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അതായത് നിങ്ങൾ ഡയറക്റ്റ്ലി ആതുര സേവന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ ആതുര സേവന രംഗവുമായിട്ട് ബന്ധപ്പെടുത്തി സാമൂഹ്യ സേവനം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു വഴിയിലൂടെ ആയിരിക്കാം ഈ ഒരു അവസരം വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സേവിക്കാനുള്ള ഒരു അവസരം ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം എന്നുള്ള പല തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകണമെന്നുമില്ല. ഈ പറയുന്ന വ്യക്തി ചിലപ്പോൾ ആതുര സേവന രംഗത്ത് നിന്നുള്ളതാവാം. ഇങ്ങനെ ഒരു വ്യക്തി വഴിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ വരുന്നത്. ഈ ഒരു ലോകം തന്നെ നിങ്ങളുടെ കൈപ്പിടിയിലാക്കാനുള്ള ഒരു കെൽപ്പ് നിങ്ങൾക്കുണ്ടെന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. ഇൻഫിനിറ്റ് ആയിട്ടുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്, വിജയസാധ്യതകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ അധികാര കേന്ദ്രം, അധികാര സ്ഥാനം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് ഒരു സ്വാർത്ഥത, സെൽഫിഷ്നെസ് ഇവിടെ കാണിക്കുന്നുണ്ട്. എൻ്റേത് മാത്രം എന്നുള്ള രീതിയിലേക്ക്, എൻ്റേതാകണം ചില കാര്യങ്ങളെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റല്ല, പക്ഷെ എൻ്റേത് മാത്രമായിരിക്കണം, എനിക്ക് മാത്രം എന്നുള്ളൊരു ചിന്തയിലേക്ക് അത് വഴിതിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. എന്തായാലും ഉയരങ്ങളിലേക്ക് എത്താനുള്ള അവസരങ്ങൾ നല്ല രീതിയിൽ കൈപ്പിടിയിൽ ഒതുക്കിയാൽ വലിയ ഉയരത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുന്നു. 10 of Cups and Emperor energy.
അതേപോലെ തന്നെ ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു തരത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറ്റാൻ പറ്റുന്ന അവസരം കൂടിയിട്ടാണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. ഈ വരുന്ന 3 months പറയുകയാണെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം നിങ്ങളുടെ കുടുംബമായിരിക്കാം, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ബന്ധങ്ങളിലൊരു ഹാർമണി കാണിക്കുന്നുണ്ട്. ഒരു നല്ല നല്ല കണക്ഷൻ പലരുമായിട്ട് നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറയില്ലേ, വസുദൈവ കുടുംബകം എന്ന് പറയുന്ന പോലെ എല്ലാവരും ഒരു കുടുംബമാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് സാഹചര്യം വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു എനർജി ഹെർമിഡ് ആൻഡ് 4 of Cups എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ജീവിക്കുന്ന ആ ഒരു സ്ഥലം ആയിരിക്കാം, ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ട് എന്തോ എല്ലാവരും ആ ഒരു പ്രദേശത്തെയോ ഗ്രാമത്തിലെയോ സിറ്റിയിലെയോ ആണെങ്കിൽ കൂടിയും പ്രദേശത്തുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ട് എന്തോ വലിയൊരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് ചേർന്നിട്ട് പല കാര്യങ്ങളിലേക്കും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ ഒരു സന്തോഷം ദിവസത്തിൽ നിങ്ങൾക്ക് ഒത്തിരി സംതൃപ്തി തരുന്ന ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഫീൽ ചെയ്യിക്കാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് 7 of Pentacles ആൻഡ് 10 of Cups എനർജിയാണ്. ഫാമിലി ലൈഫ് ഒത്തിരി സുഖകരമായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഫാമിലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സന്തോഷ വാർത്ത എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. പ്രഗ്നൻസി ആവാം ചില ആളുകളിൽ അത് സൂചിപ്പിക്കുന്നത്. മറ്റു ചിലരെ സംബന്ധിച്ച് അത് സൂചിപ്പിക്കുന്നത് കുട്ടികളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സന്തോഷം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഏതെങ്കിലും പ്രത്യേക സ്കൂളിൽ ചേർക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കണം, അപ്പോൾ ഏതെങ്കിലും പുറത്തുള്ള സ്കൂളിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ സൈനിക സ്കൂളിൽ ചേർക്കുന്നതോ അല്ലെങ്കിൽ വലിയ ബോർഡിംഗ് സ്കൂളിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു തലത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിലാണെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലുള്ള ഒരു അംഗീകാരം നിങ്ങൾക്കും ഒരു അംഗീകാരമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നു. വളരെ അഭിമാന മുഹൂർത്തം ഒക്കെ സാധ്യമാകുന്നുണ്ട്. അതേപോലെ ഹെർമിഡ് എനർജി ആൻഡ് 9 of Swords എനർജിയാണ്. പ്രായമായിട്ടുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അടുത്തിടയ്ക്കായിട്ട് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അസ്വസ്ഥത, ഇപ്പോൾ അനാവശ്യമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. അത് എന്തൊക്കെയോ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നതിൻ്റെ ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ നിന്ന് മാറി നിങ്ങൾ കുറച്ചുകൂടി ഒരു സ്വസ്ഥമായിട്ടുള്ള ചിന്തയിലേക്ക് വരുന്നുണ്ട്. ജീവിതം ഇവിടെ അവസാനിച്ചു എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിൽ നിൽക്കുന്ന ആ ഒരു ഭയം, ആ ഒരു നെഗറ്റിവിറ്റി, പലരുടെയും ഉള്ളിൽ അകാരണമായിട്ടുള്ള ഭയം ഉണ്ടാവും. ആ ഭയമൊക്കെ അകന്ന് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നതിൻ്റെ ഒരു സംതൃപ്തി കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പ്രായമായിട്ടുള്ള ആളുകൾ, മക്കൾ അടുത്തുണ്ടാകുന്ന, കൊച്ചുമക്കൾ അടുത്തുണ്ടാകുന്നു, ഇതിൻ്റെയൊക്കെ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെർമിഡ് ആൻഡ് 10 of Cups എനർജിയാണ്. ഇത് വളരെയധികം നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യം ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ സന്തോഷം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്ന ഒരു കാര്യമാവാം. ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവർ ഡിവോഴ്സ് ആകാതെ നിങ്ങൾ ഒരുമിച്ചൊരു ഫാമിലി ആയിട്ട് നീങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഒരുമിച്ച് വീണ്ടും ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന മറ്റൊരു കാര്യമാണിത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എടുത്താൽ പൊങ്ങാത്ത ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന സാഹചര്യവും, അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർക്കൊക്കെ അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാത്ത ഉത്തരവാദിത്തങ്ങൾ പലതും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു തൃപ്തി ലൈഫിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ നിങ്ങൾക്കൊരു
ഒരു ഗുരു അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനൊരു വഴികാട്ടി നിങ്ങൾക്ക് വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകളുടെ ശനിയുടേതായിട്ടുള്ള അപഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് മാറിക്കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമാവാം. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 3 മാസത്തിൽ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ആഗ്രഹ സബലീകരണത്തിൻ്റെ നിമിഷങ്ങളാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തതായിട്ട് പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം നെക്സ്റ്റ് വന്നിട്ട്. ഓക്കെ, സോ പൈൽ നമ്പർ 2, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്തോഷ വാർത്ത, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന നിങ്ങൾക്ക് സുഖം നൽകുന്ന സന്തോഷം നൽകുന്ന വാർത്തകൾ എന്തൊക്കെയാണ് പൈൽ നമ്പർ 2 ഈ വരുന്ന 3 മാസത്തിൽ എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വന്നിട്ട് 9 ഓഫ് സോട്സ് എനർജിയാണ്, വീൽ ഓഫ് ഫോർച്യൂൺ. അതുപോലെ തന്നെ പേജ് ഓഫ് വോൺസ്, 10 ഓഫ് കപ്സ്, 6 ഓഫ് സോട്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 9 ഓഫ് സോട്സ് ആൻഡ് 6 ഓഫ് സോട്സ് എനർജിയാണ്. ജീവിതത്തിലുള്ള പരാജയങ്ങളിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും ഒക്കെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയാം. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു പുനർജന്മം അല്ലെങ്കിൽ ഒരു റീഇൻകാർണേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു തൃപ്തി. കാരണം അടുത്തിടെയായിട്ട് പലരുടെയും ജീവിതത്തിൽ ഒത്തിരി നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളെ ആലോചിച്ചിട്ട് 9 ഓഫ് സോട്സ് ആൻഡ് 6 ഓഫ് സോട്സ് എനർജിയാണ്. പലരും ഒത്തിരി ഭയാനകമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഇരുണ്ട രൂപങ്ങൾ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി, നിങ്ങൾ ഇരുട്ടിനെ കൂടുതൽ ഭയക്കാൻ തുടങ്ങിയിരിക്കുന്ന സിറ്റുവേഷനൊക്കെ, ഫീലിംഗ് ഓഫ് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതൊക്കെ വളരെയധികം കൂടുതലായിട്ട്, ഉറക്കമില്ലായ്മ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വളരെ ഭീതി ഏതൊരു അന്തരീക്ഷത്തിലും വളരെ പ്രത്യേകിച്ച് ഇരുട്ട് അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഭയം നിങ്ങളെ അലട്ടുന്ന ഒരു സാഹചര്യം അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ടാണ്. നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസിഷൻ ഫേസാണ്. പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പലരും നിങ്ങളുടെ ട്രോമ ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാല്യകാലത്തിലൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ട്രോമ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ, അത് നിങ്ങൾ മാറ്റിയെടുക്കുകയാണ്, അതിൽ നിന്ന് സുഖപ്പെടുകയാണ്, ഒരു ഹീലിംഗ് നിങ്ങൾക്ക് സംഭവിക്കുന്നു, ഒരു പേഴ്സണൽ എവല്യൂഷൻ സംഭവിക്കുന്ന സമയമാണ്. ചില ആളുകൾ ആത്മീയതയിലേക്ക് കൂടുതൽ അടുക്കുന്ന സാഹചര്യമാണ്. ചില ആളുകൾ സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയും. ചില ആളുകളൊക്കെ കടവും മറ്റു കാര്യങ്ങളായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. അതൊക്കെ നിങ്ങൾ പല രീതിയിൽ സ്വപ്നങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ടാവും. ഇതിനൊക്കെ മറികടക്കാൻ പറ്റുന്നൊരു സമയമാണ് ഈ വരുന്ന 3 മാസം എന്ന് പറയുന്നത്. മുന്നോട്ടേക്ക് നിങ്ങളുടെ ഭാവിയുടെ ഒരു ഭാവി വളരെ തെളിച്ചത്തോടു കൂടിയിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അതൊരു പകലായിട്ട്, ഇതുവരെ രാത്രി അല്ലെങ്കിൽ ഇരുട്ട് ആണ് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഒരു പോസിറ്റിവിറ്റി, ഒരു സൺഷൈൻ, സൂര്യനായിട്ട് നിങ്ങൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സഹായഹസ്തങ്ങൾ പലയിടത്തും നിന്നും വരുന്നുണ്ട്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതിരുന്ന വ്യക്തിയിൽ നിന്ന് സഹായം വരുന്ന സിറ്റുവേഷനാണ്. അപ്പം അങ്ങനെ ഒരു സഹായം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നല്ലൊരു സപ്പോർട്ട് ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്ന് വരുന്നുണ്ട്. ചില സംഘടനയുടെ ഭാഗത്തു നിന്ന് സഹായഹസ്തങ്ങൾ വരുന്നുണ്ട്.
അപ്പോൾ ഇതേപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 10 ഓഫ് കപ്സ് എനർജിയാണ്. വീട് കാര്യങ്ങൾക്ക് ചില ആളുകൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് വീട് വയ്ക്കാനൊക്കെ ഉള്ളൊരു സഹായം അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും സംഘടനയുടെ ഭാഗത്തു നിന്നോ വരുന്നുണ്ട്. ചില ആളുകൾ സമൂഹ വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക സഹായം ലഭിക്കുന്നു, അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ സഹായം ലഭിച്ച് വിവാഹം നടന്ന് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന നടക്കുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ മറ്റ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ വിവാഹം നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന നിങ്ങളുടെ വിവാഹം നടക്കുന്ന സമയമാണ് ഈ വരുന്ന 3 മാസത്തിൽ കാണിക്കുന്നത്. നിങ്ങളുടെ മതപരമായിട്ടുള്ളതോ സംഘടനാപരമായിട്ടുള്ളതോ ഒക്കെ ആളുകളുടെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. നല്ല നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് പടുത്തുയർത്താൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സൗഹൃദങ്ങളിലൂടെ ജീവിത വിജയം നേടുന്നുണ്ട്. അപ്പോൾ സൗഹൃദങ്ങളിലൂടെ ജീവിത വിജയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളും മറ്റുള്ളവർ വഴി വിസയോ മറ്റു കാര്യങ്ങളൊക്കെ റെഡിയായി അതുവഴി വിദേശത്തേക്ക് പോയി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫാമിലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിദേശത്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി വിദേശത്തായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കുടുംബത്തെ കൂടി വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ റെഡിയാവുന്നുണ്ട്. പെർമനൻ്റ് ആയിട്ടുള്ള ജോലിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ റെഡിയായി, വിസ കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് നിങ്ങൾ വിദേശത്തേക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നതിൻ്റെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം സന്തോഷം തരുന്ന മറ്റൊരു കാര്യം. അതേപോലെ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഓൾറെഡി ഉണ്ടെങ്കിൽ കൂടിയും വരുമാനം അത്ര തൃപ്തികരമല്ല. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ജോലി ആയിരിക്കും നിങ്ങൾ നോക്കുക, പക്ഷെ ആ ഒരു രീതിയിലേക്കല്ല, മറിച്ച് മറ്റൊരു വരുമാന മാർഗം ഈ ഒരു ജോലി കൂടാതെ ഇപ്പോൾ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, പ്രൊമോഷനോ കുറച്ചുകൂടി ശമ്പള വർധനമോ ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിലുള്ള സാഹചര്യമല്ല, അതിനേക്കാൾ മികച്ച ഒന്ന് മറ്റ് ഒരു സൈഡ് ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ സൈഡായിട്ട് മറ്റെന്തോ ഒരു വരുമാന മാർഗവും മറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു വരുമാന മാർഗം ഒരു സൈഡ് ബിസിനസ്സോ കാര്യത്തിലൂടെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ടുള്ളൊരു ഇൻകം, പുതിയതായിട്ട് ഒരു വരുമാന മാർഗം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ 2 ജോലിയോ ആ ബിസിനസ്സോ രണ്ടും കൂടി വളരെ നല്ലൊരു വരുമാനം നിങ്ങൾക്കൊരു മാസത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ ഒരു തൃപ്തിയും കാര്യങ്ങളൊക്കെ തീരെ പ്രതീക്ഷിക്കാതെ ഒരു സൗഹൃദം വഴി വരുന്ന ഒരു സൗഹൃദങ്ങൾ ഒത്തിരി നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ സൗഹൃദങ്ങളിലൂടെ ഒത്തിരി കാര്യങ്ങളിൽ വിജയിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിപ്പോൾ ജോലിയായാലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മറ്റു തരത്തിലൊക്കെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പേജ് ഓഫ് വോൺസ് ആൻഡ് 6 ഓഫ് കപ്സ് സോഡ്സ് എനർജിയാണ്. ഏറ്റവും വലിയൊരു ഉയർച്ച എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചും വിദേശത്തേക്ക് പോകാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സൗഹൃദങ്ങൾ വഴിയോ അല്ലാതെയൊക്കെ വിദേശത്തേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ പല ആളുകളും നിങ്ങളെ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നുണ്ട്. ചിലപ്പോൾ ബാല്യത്തിൽ ആഗ്രഹിച്ചിട്ട് പോയിട്ട് നടക്കാതെ പോയിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി വളരെ ക്രിയേറ്റീവ് ആയിരിക്കും ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും മറ്റുമൊക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളൊരു ചിന്ത അതൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കുന്ന സമയമാണ്. ആ ചിന്തയിൽ നിന്നൊക്കെ പുറത്ത് കിടന്ന് നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. എക്സ്ട്രാ പല കാര്യങ്ങളും കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിപ്പോൾ എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റിയാണ്. എല്ലാം അറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള താല്പര്യം കൂടുതലാണ്. അപ്പോൾ പുതിയ കോഴ്സ് എടുക്കാനോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ, അത് കോഴ്സ് എടുത്ത് പഠിക്കാനോ സർട്ടിഫിക്കേഷൻസ് നേടാനോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ കാര്യങ്ങൾ സ്വയമേ മനസ്സിലാക്കി പഠിച്ചെടുക്കുന്നതോ എങ്ങനെയായാലും പുതിയൊരു കാര്യം നിങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾ എന്തെങ്കിലും കോഴ്സസ് പഠിക്കുന്നതായിരിക്കാം, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചില പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. അത് പിന്നീട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ അത് ചിന്തിച്ചില്ല എങ്കിൽ കൂടിയും ഭാവിയിലേക്ക് അതൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ പിന്നീട്
അതൊരു ബിസിനസ്സിലേക്കോ മറ്റോ ആക്കി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഷെയർ ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ സ്വയം തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യുക. അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പരിചയമുള്ള, അടുപ്പമുള്ള, വളരെ അറിയാവുന്ന ആൾ വഴിയോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബിഗ് താങ്ക് യു. ഇനി നമ്മൾ പൈൽ നമ്പർ 3 എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി പൈൽ നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, ഫയൽ നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന 3 മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷ വാർത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സുഖം തരുന്ന, സന്തോഷം തരുന്ന വാർത്തകളൊക്കെ എന്താണ് ഫയൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. സോ Four of Wands, 5 of Swords, 8 of Swords, Temperance, Queen of Cups, King of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറയുന്നത് 4 of Wands and Queen of Cups എനർജി ആണ്. മാരേജ്, പ്രണയം, വിവാഹം ഇത്യാദി കാര്യങ്ങൾ, പ്രഗ്നൻസി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി സന്തോഷം തരുന്നൊരു സമയമാണ് ഈ വരുന്ന ഒരു 3 മാസം എന്ന് പറയുന്നത്. മുന്നോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും 3 വർഷത്തിലേക്കും പിന്നീട് വരുന്ന വർഷങ്ങളിലേക്കുമൊക്കെ ഉള്ള പല കാര്യങ്ങളുടെയും അടിത്തറ സൃഷ്ടിക്കുന്ന ഒരു സമയം കൂടിയാവാം ഈ ഒരു 3 മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യവുമാണ്. പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രണയം സാക്ഷാത്കരിക്കുകയും വിവാഹത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഓൾറെഡി വിവാഹിതരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി പ്രാരബ്ധങ്ങളും കാര്യങ്ങളുമാണ്. ജീവിതമൊന്നും ആസ്വദിക്കാനൊന്നും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എങ്കിൽ ജീവിതമൊക്കെ ആസ്വദിച്ച് തുടങ്ങുന്ന സമയമാണ്. ശരിക്കും നിങ്ങൾ വിവാഹം കഴിഞ്ഞ സമയത്ത് അതുപോലെ ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചില ആളുകൾ ഹണിമൂണിന് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അഥവാ അങ്ങനെ പറ്റിയെങ്കിൽ തന്നെ 1-2 ദിവസം വളരെ നിങ്ങൾ വിചാരിച്ച ലെവലിലൊന്നും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 3 മാസം പ്രത്യേകിച്ച് ഫാമിലി, ഹസ്ബൻഡ് വൈഫ് തമ്മിൽ എന്ന് പറയുമ്പോൾ ഒത്തിരി നല്ലൊരു ആഴത്തിലുള്ള ബന്ധം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അത് ഒത്തിരി സംതൃപ്തി തരുന്ന കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന്. അതേപോലെ തന്നെ ആഘോഷങ്ങളുടെ ഒരു സമയം തന്നെയാണ് ഈ വരുന്ന 3 മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പല കാര്യങ്ങളും ചില ആളുകൾ, നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ള ചില ആളുകൾ നിങ്ങളുടെ മുമ്പിലേക്ക്, അതായത് നിങ്ങൾക്ക് മുമ്പിൽ തടസ്സമായിട്ട് നിന്നിട്ടുള്ള ചില ആളുകൾ അവർ വഴിമാറി പോകുന്ന ഒരു സാഹചര്യമാകാം. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബോസായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, നിങ്ങളുടെ ചിലപ്പോൾ ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നവർ വരെ ആകാം. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് വഴി തടസ്സമായിട്ട് നിന്നിട്ടുള്ള ചില ആളുകൾ വഴി മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ചിന്തകളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ സന്തോഷം ഉണ്ട്, പോസിറ്റിവിറ്റി ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സെൽഫ് റിയലൈസേഷനാണ് കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഒരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ തന്നെയാണോ ഇങ്ങനെയാണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉള്ളവർ ആ ഒരു സെൽഫ് ഡൗട്ടൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറിക്കിട്ടുകയാണ്. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ തീരെ ബോധേഡ് അല്ലാതിരിക്കുന്ന സിറ്റുവേഷനായിട്ടാണ് ഈ ഒരു സമയം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച വഴിയിലേക്ക് തന്നെ വരുന്നുണ്ട്. 5 of Swords എനർജി ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്.
ഇപ്പോൾ ഒരു നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് വലിയ നല്ല നേട്ടങ്ങളൊന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അപ്രിസിയേഷൻ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷെ അവർ നിങ്ങളെ മാനസികമായിട്ട് ദ്രോഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ഇതും നിങ്ങളുടെ ജീവിതത്തിലൊരു ബാലൻസ് കൊണ്ടുവരുന്ന സമയമാണ്. അതായത് ഈ വരുന്ന 3 മാസത്തിൽ ഒന്നുകിൽ നിങ്ങളുടെ മേലധികാരി ഒരു ട്രാൻസ്ഫറോ മറ്റു കാര്യങ്ങളോ പ്രൊമോഷനായിട്ടോ മറ്റ് സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങളായിട്ടൊരു ബന്ധമൊന്നും കാര്യങ്ങളും ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ ബോസ് മാറുന്നു എന്ന് ചുരുക്കം. അത് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫറോ പ്രൊമോഷനോ ആകാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ജോലിയിൽ നിന്ന് മാറുന്നതും ആവാം. ഏത് വഴിക്കാണ് എങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ജീവിതത്തിലൊരു ബാലൻസ് ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കപ്പോൾ നിങ്ങളെ പുറകെ നടന്ന് നെഗറ്റീവ് പറയാനും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുകയാണ്. അതുകൊണ്ട് തന്നെ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു, നല്ല രീതിയിൽ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് ജീവിതത്തിൽ പോകാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. ജീവിതത്തിലൊരു ഡിസിപ്ലിൻ, ഒരു അടുക്കും ചിട്ടയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, അതിൻ്റെ ഒരു തൃപ്തി കാണിക്കുന്നുണ്ട്. അതേപോലെ 8 ഓഫ് ഫോൺസ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് കോമ്പറ്റീഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു 3 മാസം എന്ന് പറയുന്നത് ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജോലിയിൽ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നേരത്തേക്കാളും തൃപ്തിയും പല കാര്യങ്ങളും സന്തോഷവും ഒക്കെ ജോലിയിൽ സംതൃപ്തിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യതകൾ കുറവാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലിയിൽ തന്നെ സാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ടാണ് നിങ്ങൾ പുതിയ ജോലി നോക്കുന്നത്. പക്ഷേ അല്ലാതെ ആ ഒരു നിങ്ങളുടെ ഇപ്പോഴുള്ള ജോലിയിലെ സാഹചര്യം തന്നെ മാറുന്നുണ്ട്. അപ്പോൾ കാലക്രമേണ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ജോലി ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ജോലിയിലേക്ക് പോകേണ്ടുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നില്ല. ഇപ്പോഴത്തെ ഒരു ജോലിയിൽ നിങ്ങൾക്ക് തൃപ്തി വരുന്നുണ്ട്. അതുകൊണ്ട് മാറ്റങ്ങൾ കാണിക്കുന്നില്ല. മാത്രമല്ല കുറച്ച് കോമ്പറ്റീഷനുള്ള സമയമാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് തൃപ്തി തരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മാറ്റം വരുന്നുണ്ട്. അതിൽ ഭാവിയിൽ വരുമ്പോൾ പ്രമോഷനോ മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്ന ഒരു സമയം. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നു എന്നുള്ളത് തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ സ്റ്റക്കായിട്ടിരുന്ന പല കാര്യങ്ങളും ലിംബോ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറുകയാണ്. പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ പഴയ ഒരു ഭൂതകാലത്തിൽ നിന്ന് പുതിയൊരു കാലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ 5 ഓഫ് സോർഡ്സ് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. നിങ്ങൾ ഫ്രീ ആവുകയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ദുരിതങ്ങളും ദോഷങ്ങളും നെഗറ്റിവിറ്റിയിൽ നിന്നൊക്കെ നിങ്ങൾ ഫ്രീ ആവുകയാണ്, നിങ്ങൾ ഹീൽ ചെയ്യാണ് എന്നുള്ളതാണ്. ചില സാഹചര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റുള്ളവർ ഇപ്പോൾ നിങ്ങളുടെ മുകളിലുള്ള വ്യക്തികൾ, മേലധികാരികളോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോ അവരുടെ പ്രവൃത്തികൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ മാറ്റങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തികൾ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ മാറ്റം നിങ്ങൾ അപ്പോഴും നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ തന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ആ മാറ്റം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പഴയ കാര്യങ്ങൾ പഴയതായിട്ട് കാണുക, അത് ഭൂതകാലം കഴിഞ്ഞുപോയ കാലമായിട്ട് കാണുകയും ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ പ്രസൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മുന്നേറ്റമാണ്. കാരണം ഈ മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് അതിൽ സ്റ്റക്കായിട്ട് നിൽക്കാതെ പുതിയൊരു സിറ്റുവേഷൻ, ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ അതിനെ നെർച്ചർ ചെയ്ത് അതിനെ താലോലിച്ച് മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോയി. ഇപ്പോഴത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കൂടിയും മുന്നോട്ടേക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യം പോസിറ്റീവായിട്ട് മാറുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ സന്തോഷിക്കുക, അത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകൾ എടുത്തു പറയാനുള്ളൊരു കാര്യം, ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ബ്യൂട്ടി കോൺടെസ്റ്റ്, അതായത് സൗന്ദര്യ മത്സരം, സൗന്ദര്യ ആരാധനയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മേഖലകൾ, കോസ്മെറ്റോളജി, അതേപോലെ ബുട്ടീക്ക്, അതേപോലെ മറ്റെന്തെങ്കിലും തരത്തിൽ വസ്ത്രവ്യാപാരവും അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഒത്തിരി പേര് ലഭിക്കാനുള്ള ഒരു അവസരം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണിക്കുന്നുണ്ട്. പുരുഷന്മാരിലായാലും ആ സിറ്റുവേഷൻ ഉണ്ട്. എന്നിരുന്നാലും സ്ത്രീകളിലാണ് കുറച്ചുകൂടി ആ ഒരു ഫെമിനൈൻ എനർജി കാണിക്കുന്നത് കൊണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്.
അതേപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അക്കാഡമിക്സിൽ വളരെയധികം സാധ്യതകളുള്ളൊരു സാഹചര്യം ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. പ്രൊഫസേഴ്സ്, റിസർച്ചേഴ്സ്, അതുപോലുള്ള സയൻറ്റിസ്റ്റ് മേഖലകളിലൊക്കെ വളരെയധികം സാധ്യതകൾ സൂചിപ്പിക്കുന്നു. പിന്നെ ഈ വരുന്ന 3 മന്ത്സിനുള്ളിൽ ചില ആളുകൾക്കെങ്കിലും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. ധനലാഭം അപ്രതീക്ഷിതമായിട്ട് വരുന്ന സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.